തേർഡ് വൺ, നിങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ള ഒരാൾ സോഷ്യൽ മീഡിയയിൽ ബിഹേവ് ചെയ്യുന്ന രീതി കണ്ടിട്ട് എപ്പോഴെങ്കിലും ഞെട്ടിയിട്ടുണ്ടോ? ഉദാഹരണമായി, നേരിട്ട് ഭയങ്കര സിഗ്മയൊക്കെ ആയി നടന്നിട്ട് സോഷ്യൽ മീഡിയയിൽ മിക്ക പെമ്പിള്ളാരുടെ പോസ്റ്റിനും റീലിനും ഒക്കെ അടിയിൽ പോയി സ്നേഹം വാരി വിതറുന്നതോ, അല്ലെങ്കിൽ നേരിട്ട് വളരെ പാവം മാന്യനായിരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കമൻസിൽ വളരെ മോശമായ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതോ. ഇവനെ തന്നെയാണോ നമുക്ക് നേരിട്ട് പരിചയമുള്ളത് എന്ന് തോന്നിപ്പിക്കും വിധം പരിപാടികളാവും സോഷ്യൽ മീഡിയയിൽ കാണിക്കുക. ഇതിനെയാണ് ഓൺലൈൻ ഡിസ്ഇൻഹിബിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ധാരാളം പഠനങ്ങൾ നടക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഫിനോമിനനാണിത്. ബേസിക്കലി നമ്മൾ റിയൽ ലൈഫിനേക്കാളും കംഫർട്ടബിൾ ഓൺലൈൻ ലൈഫിലാണ് എന്നാ തോന്നൽ. നേരിട്ട് നമ്മൾ വേണ്ട, ചെയ്യണ്ട, പറയണ്ട എന്ന് മടിക്കുന്ന പലതും ഓൺലൈനിൽ വന്ന് വളരെ കംഫർട്ടബിളായി പറയുകയും കാണിക്കുകയും ചെയ്യുന്ന എഫക്റ്റ്. പല കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യർ ഓൺലൈനിൽ ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് അത്ര. നമ്പർ 1, അനോണിമിറ്റി. ഇപ്പോൾ ചൈനയിലെ ഒരാളുടെ പോസ്റ്റിന് താഴെ മലയാളത്തിൽ കമൻ്റ് ഇട്ടാൽ റിയൽ വേൾഡ് കോൺസിക്വൻസസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാ തോന്നൽ. ഇനിയിപ്പോൾ ഒരു ഫേക്ക് അക്കൗണ്ട് ആണെങ്കിൽ ചൈനയിലല്ല നാട്ടിലുള്ള ഒരാളുടെ പോസ്റ്റിൽ പോയി തെറി വിളിച്ചാലും ആരും അറിയില്ല എന്ന തോന്നൽ കൂടും. നമ്പർ 2, ഇറ്റ്സ് ഈസി. കമൻസിൻ്റെയോ ടെക്സ്റ്റിങ്ങിൻ്റെയോ കാര്യത്തിൽ ഫിസിക്കലി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു സ്ട്രെയിറ്റ് ഫേസ് വെച്ചിട്ട് വേണമെങ്കിലും ഐ ഹേറ്റ് യു ആയാലും ഐ ലവ് യു ആയാലും അയക്കാൻ എളുപ്പമാണ്. ഇമാജിൻ ഇത് നേരിട്ട് ചെയ്യുന്നത്. ദ റേജ്, ദ ഇമോഷൻസ്, ദ ഹോർമോൺസ്, ബോഡിലി റെസ്പോൺസസ്, അതിനൊക്കെ നേരിട്ട് റോൾ ഉണ്ടാവും. സെൽഫ് കൺട്രോൾ ഒന്നും ഇല്ലെങ്കിൽ അറിയാണ്ട് നമ്മളൊന്ന് കൊടുത്തെന്നിരിക്കും, തിരിച്ച് കിട്ടിയെന്നിരിക്കും, പിന്നെ അതിൻ്റെ കോൺസിക്വൻസസ് ആയി. അത് വെച്ച് കമ്പയർ ചെയ്താൽ ദിസ് ഇസ് ഫാർ മോർ ഈസി. പിന്നെ നേരിട്ടാണെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടതായോ പ്രതികരിക്കേണ്ടതായോ ഉള്ള സാഹചര്യം വരും. ഓൺലൈനിലാണെങ്കിൽ നമുക്ക് സൗകര്യമുള്ളപ്പോഴോ ആൻസറൊക്കെ നേരെ പ്രിപ്പയർ ചെയ്തിട്ടോ റെസ്പോണ്ട് ചെയ്യാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മിക്ക മനുഷ്യരും ഓൺലൈൻ ലൈഫിൽ നേരിട്ടുള്ളതിനേക്കാളും കംഫർട്ടബിളാണ്. ഇത് നല്ല രീതിക്കും ആകാം, മോശം രീതിക്കും ആവാം. പല സഹായങ്ങൾ ചോദിക്കാൻ, ഇൻജസ്റ്റിസിനെതിരെ വോയിസ് ഉയർത്താൻ, അവയർനെസ് കൊടുക്കാൻ, ഇതിനൊക്കെ നമ്മൾ സൊസൈറ്റിയിൽ കംഫർട്ടബിൾ ആകുന്നത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ഒരു ടെക്നോളജി നമുക്കുള്ളതും നല്ലതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പല ഫാക്ടേഴ്സ് കാരണം സൈബർ ബുള്ളിയിങ്, ട്രോളിങ്, ഹേറ്റ് സ്പീച്ച്, ഒഫെൻസീവായ ജോക്കുകളൊക്കെ പറയാനും ആൾക്കാർ ഓൺലൈനിൽ മോർ കംഫർട്ടബിൾ ആണ്. സൊസൈറ്റി എൻ്റർടൈൻ ചെയ്യുന്നത് ഇതിലേതാണ് എന്നതിനെ അനുസരിച്ചിട്ടിരിക്കും ഫ്യൂച്ചർ.